അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഈ ഓരോ ചുമർചിത്രത്തിനെക്കുറിച്ച് അത് ഗാലറിയെക്കുറിച്ച് ഒന്ന് വിവരിച്ച് പോകാൻ പറ്റുമോ? അത് ഈ മണ്ണിൻ്റെ ഇതൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് വിവരിക്കണേ. ശരി. വിവരിക്കാൻ ഇത് ശില്പങ്ങളാണ്. ഇത് ടെറ ഫെസ്റ്റിൻ്റെ എംബ്ലമാണ് സംഭവം. ഇത് 99 ചെയ്ത വർക്കുകൾ. ഇതെല്ലാം 99 ചെയ്ത വർക്കുകളാണ്. അതിനെല്ലാം ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഓരോ വർഷവും പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ നിലനിർത്താറുണ്ട്. ഓരോ വർഷവും അതിൻ്റെ ചെറിയ ചെറിയ ഫെസ്റ്റിവൽ ചെറിയ ചെറിയ രീതിയിൽ നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിനെ കളറൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇതെല്ലാം ഒരു ട്രഡീഷനാണ്. ദ്രവിഡ്സ് കൾച്ചറിലുള്ള ആർട്ടാണ്. അത് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് എന്തിൻ്റെ ഒരു മെഡിറ്റേഷൻ, അതായത് എനർജിയെ ബേസ് സൂര്യനെ ആരാധിക്കുന്ന ക്രമങ്ങളും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. എനർജിയാണ് അതിനെ ബേസ് ചെയ്താണ്. ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇതും അതുപോലെ തന്നെ നമ്മൾ ഇത് കാണുമ്പോൾ എല്ലാവരും ആരാധനയായിട്ട് ബന്ധപ്പെട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഒരു വാക്കിൽ 2 വാക്കിൽ പറഞ്ഞു തീർക്കുന്ന കാര്യങ്ങളല്ല, വിഷയങ്ങളല്ല. ഓരോന്നിനും ഓരോ വിഷയങ്ങളാണ്. അത് ഞാൻ ഷോർട്ടാക്കി പറയാമെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഇത് ഗുഹാചിത്രമാണ്. നമ്മുടെ വയനാടിലുള്ള ഗുഹാചിത്രം കഴിഞ്ഞ് പിന്നെ ഗുഹാചിത്രം ഉള്ളത് ഇവിടെയാണ്. അത് അശാന്ത് എന്ന് പറഞ്ഞൊരു ചിത്രകാരനാണ് അത് ചെയ്തത്. അദ്ദേഹം മരിച്ചുപോയി. വലിയ വിവാദമായിരുന്നു. ഇവിടെ ബോഡി കൊണ്ടുപോയപ്പോൾ തന്നെ ക്ഷേത്രത്തിന് മുന്നിൽ കൊണ്ടുപോകുന്നൊക്കെ ഒരു വിഷയങ്ങളുണ്ടായതാണ്. ആ വ്യക്തിയുടെയാണ്. ഇതിനകത്താണത്. ഇത് പ്രകൃതിയെ ബേസ് ചെയ്താണ്. പ്രകൃതി അമ്മ സങ്കല്പത്തെ ബേസ് ചെയ്തുകൊണ്ടൊരു ചിത്രമാണ്. ഇതിൻ്റെ എന്തെങ്കിലും പറയാനുണ്ട്? ഇത് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആർട്ടാണല്ലോ ഇത് ഇത് ജോണി മിഖായിൽ എന്ന് പറയുന്നൊരു ചിത്രമാണ്. മരങ്ങളെക്കുറിച്ച് മാത്രം റിസർച്ച് ചെയ്തിട്ട് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ജോണി മിഖായിൽ. ഇത് വളരെ വ്യത്യസ്തമായൊരു ശില്പമാണ്. അതായത് ബുദ്ധനെ ക്രൂശിലേറ്റിയിരിക്കുന്നതാണ് അതിൻ്റെ വിഷയം. എല്ലാ മതങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അത് എല്ലാവരും വിചാരിക്കും ക്രൈസ്റ്റാണെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അതല്ല, ബുദ്ധനാണ്. ബുദ്ധനെ ക്രൂശിലേറ്റിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് ഇനിയുണ്ട്. ആർട്ട് ഗാലറി കിടപ്പുണ്ട്. അപ്പോൾ അതിന് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് വിവരിച്ച് പറയാം. ഇത്രയും ഒരു കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു തന്നതിന് സുനിൽ പാലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.